നമസ്കാരം. ഇന്ന് എത്തി നിൽക്കുന്നത് എറണാകുളത്തെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഈ വലതുവശത്ത് ഷീറ്റ് വെച്ച് മറിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗമാണ്. ഈ സ്റ്റേഷൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നു വരികയാണ്. എപ്പോഴും ഒന്നും ഇങ്ങോട്ട് വരാൻ അവസരം കിട്ടാറില്ല. നമ്മുടെ ഓഫീസിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരത്തിലാണ് ഈ സ്റ്റേഷൻ. അതുകൊണ്ട് ഒരു അവസരം കിട്ടിയപ്പം മൊത്തം ഒന്ന് കാണാമെന്ന് കരുതിയതാണ്. അകത്തേക്ക് കയറുന്നില്ല, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ തന്നെ അകത്തേക്ക് കയറുന്നില്ല. ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. സ്ഥാനത്ത് തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റി ഇതിൻ്റെ ഒരു പുതിയ മുഖച്ഛായയിലേക്കാണ് നിർമ്മാണങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ട പണികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കുറച്ചൊന്ന് കാണിച്ചു തരാം. നിരനിരയായിട്ട് ഓട്ടോറിക്ഷയും അതിന് പിന്നിലായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനങ്ങളും കാണാമല്ലോ. ഒരുപാട് സ്ഥലത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ കൊറിയറുകളും മറ്റു കത്തുകളും ഒക്കെ ട്രെയിൻ മാർഗം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. അത് ഇവിടെ ഇടതുവശത്തായിട്ട് ക്ലോക്ക് റൂമുണ്ട്. തൊട്ടപ്പുറത്ത് ബൈക്കുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ ഇനി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ മാറിയിട്ടാണ് നമ്മുടെ പുതിയ നിർമ്മിതിയൊക്കെ വരാൻ പോകുന്നത്. ഇവിടെ അതിൻ്റെ ഒരു വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലം എന്ന് തന്നെ പറയാം. വലിയൊരു ഏരിയയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത്. ഇതാണിപ്പോൾ തൽക്കാലത്തെയുള്ള മെയിൻ എൻട്രൻസ് പ്ലാറ്റ്ഫോമാണ് കാണുന്നത്. ഇത്തരത്തിലിങ്ങനെ എഴുതുന്നുണ്ടല്ലോ, ഓരോ സ്ഥലത്തും ഓരോ ഓഫീസുകളും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആ ബൈക്ക് ഇറങ്ങി വരുന്ന സ്ഥലമാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് അതിലൂടെയാണ് നമ്മൾ വാഹനങ്ങൾ വന്നിട്ട് ആളുകളെയൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടത് ആ ഭാഗത്തോടെയാണ്. ഇത് ക്ലോക്ക് റൂമാണ് കേട്ടോ. ക്ലോക്ക് റൂമിൻ്റെ റേറ്റൊക്കെ കാണാം. ഒന്ന് പോസ് ചെയ്തിട്ട് ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇവിടെയാണ്. ബൈക്കുകളും കാറുകളും ഒക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. മഴ നനയാതെയൊക്കെ വയ്ക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് മണിക്കൂറിനും ദിവസത്തേക്കും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വാഹനങ്ങളൊക്കെ മഴ നനയാതെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. തൊട്ടപ്പുറത്താണ് ബൈക്കുകളുടെ പാർക്കിംഗ് ഏരിയ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ വലിയ തിരക്കില്ലായിരുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വലിയ തിരക്കാണ്. വാഹനങ്ങൾ നീണ്ട നിര കിടക്കുന്നത് കാണാം. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്നത് ശബരിമല തീർത്ഥാടകരും ദീർഘദൂര യാത്രക്കാരുമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ അവിടെ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറും അല്ലാതെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ മെയിൻ എൻട്രൻസ്. നിർമ്മാണം നടക്കുന്ന ഭാഗം വലിയൊരു ഏരിയയിലാണ് നിർമ്മാണം നടക്കുന്നത് കേട്ടോ. അതിൻ്റെ പ്രാഥമിക വർക്കുകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് KSRTC ബസ് സ്റ്റാൻഡ് വരുന്നത്. ഒപ്പം ഇതിന് ഒരു 50 മീറ്ററോ 100 മീറ്ററോ പോലും ദൂരത്തിലല്ലാതെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ വരുന്നത്. മെട്രോ സ്റ്റേഷനാണ് ആ കാണുന്നത്, ഇടതുവശത്ത് കാണുന്നത്. ഇത് തമ്മിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ഇത് നിർമ്മാണം പൂർത്തിയാകുമ്പോഴത്തേക്ക് ഒരു ആകാശപാത കൂടി ഈ മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും തമ്മിലുണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്ന ആളുകൾക്ക് പുറത്തിറങ്ങാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകാനും ഒക്കെ സാധിക്കും. ഇത് ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ മറ്റൊരു ഏരിയ ആണ് കേട്ടോ. അത് ട്രെയിൻ കിടക്കുന്നതൊക്കെ കാണാം. ഇങ്ങോട്ട് മെട്രോ ഇതിൻ്റെ തൊട്ട് ചേർന്നാണ് കേട്ടോ കടന്നു പോകുന്നത്. മെട്രോയുടെ അടിയിലെല്ലാം നീളത്തിൽ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അതിൻ്റെ തൊട്ട് ചേർന്ന് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അതിൻ്റെ തൊട്ട് ചേർന്നാണ് മെട്രോ കടന്നു പോകുന്നത്. ഈ ഇവിടെ നീളത്തിൽ ഒരുപാട് ദൂരത്തിൽ നമ്മളിപ്പോൾ അകത്ത് കണ്ടതിൻ്റെയൊക്കെ 10 ഇരട്ടി വാഹനങ്ങൾ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥ വാഹനങ്ങൾ പല സ്ഥലങ്ങളിലും പല ഓഫീസുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. PSCയുടെയൊക്കെ ഓഫീസ് ഇതിന് തൊട്ടടുത്തായിട്ടാണ്. എറണാകുളം ജംഗ്ഷൻ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡാണ് കേട്ടോ അത്. ഇവിടെ തിരക്കൊന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് ഇപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടോ. 100 കണക്കിന് ആൾക്കാരാണ് മിനിറ്റ് വെച്ച് ഇതിലെ കടന്നു പോകുന്നത്. ഇവിടെ ഇതിലെ നടന്നു വന്ന ഒരു എൻട്രൻസ് ഉണ്ട്. അതിലൂടെ കയറി അകത്തേക്ക് പോകാം. അപ്പം